ഹൈന്ദവദേവനായ മഹാശിവൻ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമകളും സീരിയലുകളുമൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ട്. ഇന്ത്യൻ സിനിമ ടെലിവിഷൻ രംഗത്തൊക്കെ ധാരാളമായിട്ടുണ്ട്. എന്നാൽ ശിവനെക്കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും മാറ്റപ്പെട്ടിട്ടില്ല. ഇത് ശിവചിഹ്നമാണ്. ഈ ശിവചിഹ്നം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഞാൻ ഇതോടൊപ്പം പറയാം. ശിവലിംഗം എന്ന് പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അത് തെറ്റായൊരു വാക്കാണ്. ശിവലിംഗം ശിവലാംഗം എന്നാണ്. ശിവലാംഗം എന്നാൽ, ലാംഗം എന്ന് പറഞ്ഞാൽ ദീപസ്തംഭം എന്നാണ് അർത്ഥം. ശിവൻ്റെ ആരാധനാ രീതി ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ ഒരു ദീപത്തെ സ്ഥാപിച്ച് ആ ദീപം തെളിക്കുക എന്നായിരുന്നു ശിവൻ്റെ ആരാധനാ രീതി. അതിനെ ശിവലാംഗം എന്ന് പറയും. ഈ ലാംഗം എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ച് പലരും ശിവലിംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് വലിയ തെറ്റാണ്. ഏതായാലും ഒരു കാലഘട്ടത്തിൽ ഈ താണിക്കോടൻ ക്ഷേത്രം ജൈന മതത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ദളിത് വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നവരുടെ വലിയ കൈവശമായിരുന്നു. പിന്നീടത് ഹൈന്ദവവൽക്കരിച്ചപ്പോൾ ഈ ദളിതുകൾക്ക് പലപ്പോഴും ക്ഷേത്രപ്രവേശനമില്ലാതായി. അക്കാലത്ത് അവർ സ്വയം സ്ഥാപിച്ചതാണ് ഇവിടെ ക്ഷേത്രത്തിന് പുറത്ത് ഈ ചിഹ്നം, ഈ യഥാർത്ഥ ശിവലാംഗം, ഒരു മരത്തിന് ചുവട്ടിൽ ഒരു ദീപസ്തംഭം. നോക്കൂ. എല്ലാവർക്കും നമസ്കാരം.